പാക് അനുകൂല വീഡിയോകൾ ചെയ്ത് തുടക്കം. ഏജന്റുമാർ വഴി വിസ നേടി പാകിസ്ഥാൻ സന്ദർശനം. പാക് സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച. പിന്നീട് ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി നൽകി രാജ്യത്തെ ചതിച്ചു. ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തത് ഇങ്ങനെയാണ്. ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ഉൾപ്പെടെ 6 യുവാക്കളാണ് പാകിസ്ഥാൻ വിവരങ്ങൾ ചോർത്തി നൽകിയതിന് പിടിയിലായത്. സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് മാപ്പ് നൽകാൻ കഴിയുന്നു. പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ബ്ലോഗറായ യുവതി ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ഹരിയാനയിലെ ട്രാവൽ ബ്ലോഗറായ ജ്യോതി മൽഹോത്ര, പഞ്ചാബ് സ്വദേശിനി ഗുസാല, യാമീൻ മുഹമ്മദ്, ഹരിയാന സ്വദേശികളായ ദേവീന്ദർ സിംഗ് ധില്ലൺ, അർമാൻ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ഇസാനുൾ റഹീം എന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി ബന്ധം പുലർത്തിയെന്നും വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബ്ലോഗർ അടക്കമുള്ളവരെ പിടികൂടിയത്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ജ്യോതി മൽഹോത്ര ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത്. 2023 യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷുമായി പരിചയത്തിലായത്. ഇയാൾ പിന്നീട് ജ്യോതിയെ പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ട പലർക്കും പരിചയപ്പെടുത്തി നൽകിയെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷിനെ അടുത്തിടെ പുറത്താക്കിയിരുന്നു. ഡാനിഷുമായും ഇയാൾ മുഖേന പരിചയപ്പെട്ട പാക് ചാര സംഘടനയിലെ ഷാക്കിർ എന്ന റാണ ഷഹബാസുമായും വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ജ്യോതി ആശയവിനിമയം നടത്തിയിരുന്നത്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ജ്യോതി ഇവർക്ക് കൈമാറിയതായാണ് വിവരം. മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ദൗത്യവും യുവതി ഏറ്റെടുത്തു. ഇതിനിടെ പാക് ചാര സംഘടനയിൽപ്പെട്ട ഒരാൾക്കൊപ്പം യുവതി ബാലിയിലേക്ക് യാത്ര നടത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പഞ്ചാബിലെ മലേർകോട്ട്ല സ്വദേശിയായ ഗുസാലയും പാക് ഹൈക്കമ്മീഷൻ വഴിയാണ് ഡാനിഷുമായി പരിചയത്തിലായത്. വിധവയായ ഗുസാല പാകിസ്ഥാൻ വിസയ്ക്കായി 2025 ഫെബ്രുവരി 27 ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെത്തിയിരുന്നത്. ഇവിടെ വെച്ച് ഡാനിഷുമായി പരിചയത്തിലായി. പിന്നീട് ഇരുവരും സാമൂഹിക മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് പതിവായി. വാട്സാപ്പിന് പകരം ടെലിഗ്രാം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനായിരുന്നു ഡാനിഷ് യുവതിയോട് നിർദ്ദേശിച്ചിരുന്നത്. ടെലിഗ്രാം വഴിയുള്ള ആശയവിനിമയമാണ് കൂടുതൽ സുരക്ഷിതമെന്ന് ഇയാൾ യുവതിയെ ധരിപ്പിച്ചു. വീഡിയോ കോളും പതിവായിരുന്നു. ഇതിനിടെ യുവതിയുമായി പ്രണയത്തിലായ ഡാനിഷ് വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നു. ഏപ്രിൽ 23 ഗുസാല തന്റെ സുഹൃത്തായ ബാനു നസ്രിയയുമായി വീണ്ടും പാക് ഹൈക്കമ്മീഷൻ സന്ദർശിച്ചിരുന്നു. ഇവർക്കും ഡാനിഷ് ഇടപെട്ടാണ് വിസ അനുവദിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനാണ് മലേർകോട്ട്ല സ്വദേശിയായ യാമീർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. പാക് ചാരന്മാരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സിം കാർഡുകൾ വിതരണം ചെയ്തതിനും പണം കൈമാറിയതിനുമാണ് ഹരിയാനയിലെ നൂഹ് സ്വദേശിയായ അർമാൻ പിടിയിലായത്. ഇയാൾ 2025 ഡിഫൻസ് എക്സ്പോ സന്ദർശിച്ച് വിവരങ്ങൾ കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്യാല കന്റോൺമെന്റിന്റെ വീഡിയോകളും ചിത്രങ്ങളും പാകിസ്ഥാൻ അയച്ചു നൽകിയതിനാണ് വിദ്യാർത്ഥിയായ ദേവീന്ദർ സിംഗ് ധില്ലൺ പിടിയിലായത്. ന്യൂസ് 18 ഡൽഹി.